ചരിത്രത്തിൽ കാണാം ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാനുള്ള ഗ്രാഹ്യമുണ്ടായിരുന്ന പണ്ഡിതനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ, ദുആ ഹിജാബത്തുള്ളയാള്. ആ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ആ അറിവ് വെച്ചിട്ട് ഏറ്റവും പരമോന്നതിയിലെത്തുന്നതിന് പകരം ആദർശത്തിൽ വെള്ളം ചേർത്തപ്പോൾ അല്ലാഹു അയാളെ പരിചയപ്പെടുത്തിയ വാക്കേതെന്നറിയോ? ഒരു മദ്യപാനിയെ അങ്ങനെ പരിചയപ്പെടുത്തിയത് കാണില്ല, ഒരു വ്യഭിചാരിയെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരു പലിശഭോജിയെ ഇങ്ങനെ പരിചയപ്പെടുത്തിയില്ല, സഹോദരങ്ങളെ ഒരു താരിഖു സ്വലാത്തിനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു ഇൽമു കൊണ്ട് നേടേണ്ടത് നേടുന്നതിനു പകരമായി ഭൗതികതയുടെ ദുനിയാവിന്റെ മേച്ചിൽ പുറത്തിലൂടെ ഭൗതിക താല്പര്യങ്ങളെ വാരി കൂട്ടാൻ ശ്രമിച്ചവനെ പറ്റിയിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കേതെന്നറിയോ? ഫമസലുഹു കമസലിൽ കൽബി. അവന് ശ്വാനനെ പോലെയാ, അവന് തെരുവ് നായയെ പോലെയാ, അവന് തെരുവ് നായയെ പോലെയാ. ഒരു വലിയ മഹാപണ്ഡിതനെ പറ്റിയിട്ട് അല്ലാഹു പറഞ്ഞ വാക്ക് നായ എന്ന വാക്കാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. അവനെ മാടി വിളിച്ചാലും നായയുടെ നാക്ക് താഴോട്ട് തന്നെ, ആട്ടി ഓടിച്ചാലും നായയുടെ നാവ് താഴോട്ട് തന്നെ. നായയെ പോലെയാണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി. ഗൗരവകരമായി നിങ്ങൾ കേൾക്കും. ദുനിയാവിന്റെ ഇച്ഛയ്ക്ക് പിന്നാലെ നമ്മൾ പോയാൽ, ഒരുപാട് സമ്പാദിക്കണമെന്ന മോഹം വന്നാൽ അല്ലാഹ് പറയുന്നു അവൻ നായയെ പോലെയാണ്. എങ്ങനെയെന്നറിയോ? അല്ലാഹ് വെറുതെ ഒരു ഉപമ പറഞ്ഞതല്ല, അല്ലാഹ് വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതല്ല. നായയുടെ പ്രത്യേകത എന്താണ്? രണ്ട് പ്രത്യേകത. നായയുടെ പ്രത്യേകത രണ്ട് പ്രത്യേകത. ഒന്ന്, നായ നിങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞു നോക്ക്, എറിയുമ്പോ കുറച്ചങ്ങോട്ട് ഓടും, പക്ഷെ തിരിച്ച് വീണ്ടും ഓടി വന്ന കല്ലിൽ നോക്കും, എറിഞ്ഞത് ഇനി വല്ല ഭക്ഷണമാണെങ്കിലോ എന്ന ചിന്തയിൽ. ഭക്ഷണമാണെങ്കിലോ എന്ന് ചിന്തിച്ചിട്ട് നായ വന്നിട്ട് അത് വീണ്ടും മണത്തു നോക്കും. രണ്ടാമത്തേത്, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലോ, ആരെങ്കിലും തിന്നാൻ കൂട്ടുകാരാകുന്ന മറ്റ് തെരുവ് നായ്ക്കൾ ഓടി തിന്നാൻ വേണ്ടി ചെന്നാൽ അത് അവിടെ ഉപേക്ഷിച്ച് കുരച്ചുകൊണ്ട് അതിനെ ഓടിക്കാൻ ശ്രമിക്കും. ഇതാണ് നായയുടെ സ്വഭാവം. ഇതല്ലേ ഇന്ന് നമ്മളിൽ പലരുടെയും സ്വഭാവം? ഒന്ന്, അവന് എവിടെ വിപത്ത് വന്നാലും, ആ വിപത്ത് വന്നാലും ദുഃഖം വന്നാലും അതിലൊക്കെ കച്ചവടമായി, വീണാലും അത് കച്ചവടമായി. എവിടെ നിന്നാലും കുറച്ച് പണം ഒപ്പിക്കണം, കുറച്ച് പണം ഉണ്ടാക്കണം, ഈ ഒരു ചിന്ത മാത്രമാണുള്ളത്. സമ്പാദിക്കണം, അത് ആരെ കൊന്നായാലും വേണ്ടില്ല. അത് സ്വന്തം പിതാവിന്റെ കഴുത്തറുത്താലും കുഴപ്പമില്ല, സ്വന്തം മാതാവിന്റെ കാതറുത്തിട്ടായാലും കുഴപ്പമില്ല. മാതാവ് ചോദിച്ചിട്ട് കമ്മല് കൊടുക്കാത്തതിന്റെ പേരില് മാതാവിന്റെ കാതില് കത്തി വെച്ച് കാത് മുറിച്ചുകൊണ്ട് പോയ മക്കളുടെ ലോകമല്ലേ. തന്റെ സഹോദരങ്ങളെ കൊന്നത് സമ്പത്തിന്റെ പേരിൽ. സ്വന്തം ബാപ്പ തന്റെ മകനെയും മരുമകളെയും രണ്ട് പേരക്കുട്ടികളെയും എത്ര കൃത്യമായിട്ടാണ് കൊന്നുകളഞ്ഞത്. വീട് തീ പിടിപ്പിച്ചിട്ട് തീയിട്ട് കൊന്നുകളഞ്ഞു ഒരു പിതാവ് സ്വത്തിനു വേണ്ടിയിട്ട്. ചിന്തിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ സ്വത്തിനു വേണ്ടി എന്ത് ചെയ്യും? കാരണം അവന് കിട്ടിയാൽ തന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്നൊരു മൈൻഡില്ല, എല്ലാം അവന് തിന്നണം എന്ന ഒരു ചിന്തയാണ്. ഇത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ വാക്ക് മസലുഹു കമസലിൽ കൽബ്. അവൻ നായയെ പോലെയാണ്, നായയെ പോലെയാണ്. ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു, പക്ഷേ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി, അയാൾക്ക് ഒരുപാട് നാൾ ജീവിക്കണമെന്ന മോഹം. ഹവ കൂടിപ്പോയി, വെറുതെ അല്ല, ഹവ കൂടിപ്പോയി. അങ്ങനെ കൂടിയപ്പോൾ അല്ലാഹു അവനെ പരീക്ഷിച്ചു. അവനെ പറ്റി പറഞ്ഞു നായയെ പോലെയാണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി. സമ്പത്ത് ഉണ്ടാക്കാം സഹോദരങ്ങളെ, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്ര വേണോ ഉണ്ടാക്കാം, അതിലൊന്നും ഇസ്ലാം എതിരല്ല. ഒരിക്കലും നമ്മൾ എപ്പോഴും കൈനീട്ടി നടക്കേണ്ടവരാണ് എന്ന ഒരു അർത്ഥത്തിൽ ഒരിക്കലും ഇസ്ലാം സംസാരിച്ചിട്ടില്ല. എപ്പോഴും പറയുന്നത് യദുൽ ഉൽയ ഖൈറും മിൻ യദിസ് സുഫ്ല എന്നാണ്. താഴ്ന്ന കയ്യേക്കാൾ ഉയർന്ന കൈയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞാൽ മനസ്സിലായ? നമ്മൾ ഒരാളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മുടെ കൈ താഴെയാണ്, കൊടുക്കുന്നവന്റെ കൈ മുകളിലാണ്.
ആരും കൊടുക്കാൻ നേരത്ത് വാങ്ങാൻ നേരത്ത് ഇങ്ങനെ എടുക്കൂല, ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങുള്ളൂ. കൊടുക്കുന്ന ആരും കയ്യിൽ വെച്ചിട്ട് എടുത്തോന്ന് പറയില്ല, ഇങ്ങനെ കൊടുക്കൂ. ഉയർന്ന കൈ, കൊടുക്കുന്ന കൈ ഖൈറും മിൻ യദി സുഫ്ല, വാങ്ങുന്ന കൈയേക്കാൾ മേന്മയുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ യാചിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ അടച്ചുകൂടി ഇരുന്നിട്ട് ജോലിക്ക് പോകാതിരിക്കാനോ അല്ല ഇസ്ലാം പറയുന്നത്. പരമാവധി അധ്വാനിക്കണം, കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റും പോലൊക്കെ ഉണ്ടാക്കിക്കോളി. സമ്പത്ത് ഒരിക്കലും ഇസ്ലാമിൽ അന്യമല്ല. പക്ഷേ അത് ആരെയും വേദനിപ്പിച്ചുകൊണ്ടാകാൻ പാടില്ല, ആരെയും സങ്കടപ്പെടുത്തിക്കൊണ്ടാകാൻ പാടില്ല. അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. അങ്ങനെ സമ്പാദിക്കുന്നത് നായയുടെ സ്വഭാവമാണ്. ഒന്ന് കിട്ടിയാൽ കൂടപ്പുറപ്പുകൾക്ക് കൊടുക്കാനുള്ള വൈമനസ്യത്തോടെ കടിപിടി കൂടിയിട്ട് വാങ്ങാൻ വരുന്നവനെ ആട്ടി ഓടിക്കുന്ന, കൊരച്ചോടിക്കുന്ന സ്വഭാവം അത് നായയുടെ സ്വഭാവമാണ്. ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിനോടുള്ള നമ്മുടെ ഭ്രമമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. ഇന്ന് ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ലേ? കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും വാർത്താ മാധ്യമങ്ങൾ കാണുന്നവരാണ്. സോഷ്യൽ മീഡിയ സജീവമാകുന്ന കാലമാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. ഇന്ന് സമുദായം 4 ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊന്നും പറയുന്നില്ല, നല്ല ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ ഇന്നും സാഹോദര്യത്തോടെ ജീവിക്കുന്ന മണ്ണാണ് നമ്മുടെ മണ്ണ്. അവർക്ക് മുസ്ലിമീങ്ങൾ തന്റെ നാട്ടിൽ ഉണ്ട് എന്നറിഞ്ഞാൽ ഒരു ഹൈന്ദവന്റെ വീട് സന്തോഷത്തോടു കൂടി കഴിയുന്നതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വീട് അതിലേറെ സന്തോഷമാണ്. ഒരു മുസ്ലിം അടുത്ത് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുവിന് ഇതിനപ്പുറം സന്തോഷം വേറെയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ മുസ്ലിം അല്ല എന്നാണ്. അതുകൊണ്ട് തന്റെ അയൽക്കാരനാകാൻ ഭാഗ്യം കിട്ടിയാൽ വളരെ സന്തോഷത്തോടു കൂടി 2 കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് ഇവിടത്തെ ഹൈന്ദവ സഹോദരങ്ങൾ. അലക്സാണ്ടർ ജേക്കബ് IPS എന്ന് പറയുന്ന ജയിൽ ADGP ആയി വിരമിച്ച് ഇന്ന് ഒരുപാട് വേദികളിൽ പ്രസംഗിക്കുന്ന ഒരാളെ നമുക്കറിയാലോ. മുൻ ജയിൽ ADGP ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ജയിലിൽ ചപ്പാത്തി നിർമ്മാണം ആരംഭിച്ചത്. അതിന് കാരണം പറഞ്ഞത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധത്തിന് ശേഷമുള്ള പ്രവാചകരുടെ ചില പ്രവർത്തനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് പ്രചോദനം നൽകപ്പെട്ടത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഡെഡ് ബോഡിയുടെ മുമ്പിലെത്തുമ്പോൾ പോലീസ് ക്യാപ്പ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു ആദരവാണ്. ഞാൻ നോക്കുന്നത് ഒരു മയ്യത്ത് കൊണ്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന പാരമ്പര്യത്തിൽ നിന്നാണ് ആ ബഹുമാനം ഉണ്ടായത് എന്ന് അലക്സാണ്ടർ ജേക്കബ് IPS എന്ന് പറയുന്ന മുൻ ജയിൽ ADGP ആയിരുന്ന വ്യക്തി ഇപ്പോഴും അദ്ദേഹം ഹയാത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്, ജീവനോടെയുണ്ട്. കരുനാഗപ്പള്ളിയിൽ ഒരു പരിപാടി, നബിദിന സമ്മേളനം. ആ സമ്മേളനത്തിൽ നബിദിന പ്രഭാഷണം എന്റേതും മുഖ്യ പ്രഭാഷണം അദ്ദേഹത്തിന്റേതുമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന ആ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്റെ നാട് പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ബോർഡർ ആകുന്ന ഒരു പ്രദേശത്താണ്. അദ്ദേഹം പറയുന്നു, ആ സ്ഥലത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ അതൊരു കുറവായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുസ്ലിമീങ്ങളെ വിളിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ അതിന്റെ അഭ്യർത്ഥനകൾ അയച്ചു. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഇവിടെ വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ ഓരോ കുടുംബങ്ങളായി ഞങ്ങളുടെ ആ പ്രദേശത്ത് വന്ന് വീട് വെക്കാൻ തുടങ്ങി. ഇന്ന് മുസ്ലിമീങ്ങൾ ഈക്വലായി മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സമ്മിശ്രമായി ജീവിക്കുന്ന ഒരു നല്ല നാടായി ഞങ്ങളുടെ നാട് മാറി. മുസ്ലിമീങ്ങളെ താമസിക്കാനില്ലാത്തതിന്റെ പേരിൽ ഒരു കുറവായി കണ്ടിരുന്ന ഒരു കേരള നാട്ടിലാണ് നമ്മളുള്ളത്. വളരെ സന്തോഷമാണ് നമ്മുടെ നാട്ടുകാർക്ക് മുസ്ലിം പള്ളിയൊക്കെ ഉള്ളത്. നമ്മുടെ പള്ളിയിലെ ബാങ്ക് ആർക്കാണ് അരോചകം? നമ്മക്കാണ് അരോചകം. ഹൈന്ദവ സഹോദരങ്ങൾക്ക് അത് അരോചകമല്ല, അതവർക്കൊരു അലാറമാണ്. സുബഹിയുടെ വാങ്ക് കേൾക്കുമ്പോഴാണ് എല്ലാരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. എണീക്ക്, നേരം വെളുത്തു എന്ന് ഹിന്ദുക്കളും പറയും, ക്രിസ്ത്യാനികളും പറയും. ഉച്ചയുടെ ബാങ്ക്, ലോഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഓഫീസ് ജോലിയുള്ള ആളുകളൊക്കെ പറയുന്നത് ഉച്ചയൂണിന്റെ സമയമായി. അസറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഓഫീസ് ടൈം അവസാനിക്കാറായി എന്ന് മനസ്സിലാവുന്നത്. മഗ്രിബിന്റെ സമയമാകുമ്പോഴാണ് ബാങ്ക് കേൾക്കുമ്പോഴാ അവർക്ക് മനസ്സിലാകുന്ന സന്ധ്യാസമയം, സന്ധ്യാദീപം തെളിയിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് മക്കളെ അകത്ത് കയറ്റുന്ന സമയം അതാ. ഇശാഇന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് കിടക്കാനുള്ള ടൈമായി എന്ന് അവരും
മനസ്സിലാക്കുന്നത് ഇത് കേരളീയ സമൂഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണിത്, ഇതൊരു മേന്മയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു കാര്യം മനസ്സിലാക്ക്, ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ മേൽ ഇന്ന് നാടിന്റെ നാനാഭാഗത്തു നിന്നും ശത്രുക്കൾ ഇസ്ലാമിനെതിരെ കടന്നാക്രമണം നടത്തിയിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു കാലമാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടിവരയിട്ട് കൊണ്ട് പറയാൻ, നിങ്ങൾ വളരെ സാഗൂതം ഇത് കേൾക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. നമ്മൾ തന്നെ ചിന്തിക്കും, ഇവിടെ എവിടെ നിന്നൊക്കെയാണ് ഇസ്ലാമിനെതിരെ ആളുകൾ വരുന്നത്, എവിടെ ആരൊക്കെയാ ഇസ്ലാമിനെതിരെ? അവർക്ക് ഇസ്ലാമിന്റെ സംസ്കാരങ്ങളോട് വല്ലാത്ത ഒരു അവഗണനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല് ഭാഗത്ത് നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ എരച്ചു കയറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അത് ഹിന്ദുക്കൾക്കും അറിയാം. അവര് തന്നെ പറയാറുണ്ട്, പാവം ഈ മുസ്ലിമീങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. ഈ കാലഘട്ടം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അതേ കാലഘട്ടമാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരു വലിയ ഭക്ഷണത്തളിക കൊണ്ടുവെക്കുമ്പോൾ അതിനകത്ത് രുചികരമായ ആസ്വാദ്യകരമായ ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ അതിലേക്ക് ഇരിക്കുന്ന ആളുകൾ നാല് ഭാഗത്ത് നിന്ന് കൈ വിളിക്കും പോലെ, കൈ ഇറക്കുന്നത് പോലെ ഒരു വലിയ ഭക്ഷണത്തളികയാണെന്നിരിക്കട്ടെ. വിശാലമായ വീതിയുള്ള ഒരു വലിയ ഭക്ഷണത്തളികയാണ്. അതിൽ ഭക്ഷണം നല്ല രുചികരമായ ഭക്ഷണമാണ് വെക്കുന്നത്. ആ സമയത്ത് ഇരിക്കുന്ന ആളുകളല്ല ഓടി വന്ന് നാല് ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൈ അതിലേക്ക് വെക്കുന്നത് പോലെ ഇസ്ലാമിലേക്ക് നാല് ഭാഗത്ത് നിന്ന് ശത്രുക്കൾ കടന്നാക്രമിക്കുമെന്ന കാലം വരുമത്രേ. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ്, അവമിന് യാ റസൂലല്ലാഹ്, ഞങ്ങൾ അന്ന് ന്യൂനപക്ഷമായിരിക്കുമോ നബിയെ? അന്ന് ഞങ്ങൾ വളരെ കുറവായിരിക്കുമോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നകും യൗമഇദിന കസീറൂൻ, അന്ന് നിങ്ങൾ ഭൂരിപക്ഷം തന്നെയാണ്, ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടാകും. പക്ഷേ വലാകിന്നകും ഗുസാഉന കഗുസാഇ സൈൽ, മലവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെയായിരിക്കുമെന്ന് നിങ്ങൾ. മുസ്ലിമീങ്ങൾ അന്ന് മലവെള്ളപ്പാച്ചില്ല ചണ്ടി പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു പ്രളയം വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വലിയ മഴ പെയ്തിട്ട് തോട്ടിലൂടെ വെള്ളമൊഴുകുമ്പോൾ അതിലൂടെ പോകുന്നത് കണ്ടിട്ടില്ലേ? വെറും ഒരു ഉപയോഗശൂന്യമായ തടി പോകുന്നത് പോലെ നിങ്ങൾ ആ നിലയിൽ ഉപയോഗമില്ലാത്ത ഒരു സമൂഹമായി മാറും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖദ് നസല ബികുമുൽ വഹനൂ, അന്ന് നിങ്ങൾക്കുണ്ടാകുന്നൊരു രോഗം വഹനാണ്. ആ വഹനം എന്ന രോഗം ഏതെന്നറിയോ? അത് കോവിഡ് അല്ല, കൊറോണയല്ല, അത് ഫംഗസുകളല്ല, വൈറസുകളല്ല, അത് ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, പ്രഷർ അല്ല, ഷുഗർ അല്ല, അൽഷിമേഴ്സ് അല്ല. ആ രോഗം ഏതെന്നറിയോ? വഹനം എന്ന് പറയുന്ന രോഗം നമ്മളെ പിടികൂടിയിരിക്കുകയാ. ഇന്ന് സമുദായത്തിന് വഹനം എന്ന രോഗം പിടികൂടിയിരിക്കുകയാ. ഏതാ വഹനം എന്നറിയോ? വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താ ഈ വഹനം എന്നറിയോ ഹബീബായ നബിയെ? ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പും ജീവിതത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടവുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ടില്ലേ? ഇന്ന് എവിടെ വേണോ, ആരുടെ മുന്നിൽ വേണോ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകുന്ന ചില സമൂഹം കണ്ടിട്ടുണ്ടോ? പൊട്ടന്മാരെന്നല്ല നമ്മള്. ആരെ വേണോ നമ്മൾ ഒറ്റുകൊടുക്കാൻ തയ്യാറായി. നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, നമുക്ക് മരിക്കാൻ പേടിയാ. ചില ആളുകൾ ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം, അല്ലേ? ചില ആളുകൾ ഇസ്ലാമിനെതിരെ വല്ലതും പറഞ്ഞാൽ ഗവർണർ സ്ഥാനം, ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ രാഷ്ട്രപതി സ്ഥാനം, ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ആക്ഷേപിച്ചാൽ നല്ല ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും അപ്പോസ്തലനായി അയാൾക്ക് സ്ഥാനക്കയറ്റം. ഇതൊക്കെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ കണ്ടില്ല, ഇപ്പോ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അയാൾക്ക് എന്ത് വേണോ കൊടുക്കും. ലക്ഷക്കണക്കിന് കോടികൾ, ലക്ഷം കോടികൾ കൊടുക്കുന്നു. കാരണം എന്താണ്? അവർക്ക് ഹുബ്ബു ദുനിയാ കറാഹിയത്തുൽ മൗത്ത്. മുസ്ലിമാണോ? പേര് ആരിഫ് എന്നായിരിക്കും, പേര് അബ്ദുള്ള എന്നായിരിക്കും, പേര് മുഹമ്മദ് എന്നായിരിക്കും. പക്ഷേ അവർക്ക് ദുനിയാവിനോടുള്ള ഭ്രമവും ഇനിയും ഒരുപാട് നാളെ ജീവിച്ചിരിക്കണമെന്ന കൊതിയും. ഏത് കൊതി? ബൽഅമ ബിൻ ബാഊറയുടെ കൊതി. അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാഹു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വിഭാഗത്തിന് പറയുന്ന പേര്
നായ. ഇതല്ലാതെ വേറെ അള്ളാഹുവിന് പറയാൻ വേറൊരു പേരില്ല. ഇത്രയും വിശാലമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. നായയെ പോലെയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. സമ്പാദിക്കണ്ട എന്നല്ല ഈ പറയുന്നത്, സമ്പാദിക്കണം. ആരുടെ മുമ്പിലും തലചൊറിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല. പക്ഷേ ഒരല്പം മര്യാദയൊക്കെ നമുക്ക് ഉണ്ടാവണമല്ലോ. ഒരല്പം മര്യാദ നമുക്ക് ഉണ്ടാവണം. തട്ടിപ്പിന്റെ ആശാന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടം കൊടുത്തവർക്കറിയാലോ ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുന്നത്. കടം വാങ്ങിക്കൊണ്ട് പോയാൽ ഈ തട്ടിപ്പിന്റെ ആശാന്മാരുടെ ഒന്നാമത്തെ സിമ്പൽ ഏതെന്നറിയോ? അവരുടെ DP പരിശോധിച്ചാൽ മനസ്സിലാവും. DPയിൽ ഒന്നുകിൽ എനിക്ക് എന്റെ അള്ളാഹു മാത്രം മതി എന്നായിരിക്കും, ഇല്ലെങ്കിൽ മദീനയുടെ ചിത്രമായിരിക്കും, ഇല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിന്റെ ഫോട്ടോ ആയിരിക്കും. അവരെ വിളിക്കണം, പൈസ തരാനുള്ളവനെ വിളിച്ചു നോക്കണം. അവൻ പറയും 3-4 തവണ എടുക്കില്ല. എടുക്കാത്ത എന്താന്ന് ചോദിക്കാൻ പറയും ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു 3 പേജൂടെ തീരുമ്പോ ഒരു ഖത്തമാവും, അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അതാണ് എടുക്കാത്ത, മാപ്പാക്കണം എന്ന് പറയും. എവിടെ അപ്പോ ഉള്ളത്? ഞാൻ പള്ളിയിൽ ളുഹാ നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ എന്ന് പറയും. തട്ടിപ്പിന്റെ ആശാന്മാരാണ്. അള്ളാഹുവിനെ റസൂലിനെ കൊണ്ട് സത്യം ചെയ്യുന്നവന്മാരെ 100 തവണ എൻക്വയറി ചെയ്യണം, പരിശോധിക്കണം, എന്നിട്ടേ സമ്പത്ത് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പെടും നമ്മൾ. കാരണം ആ കാലമാണ് ഇന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ഒരു ഏറ്റവും നല്ല ഒരു മറയാണ് ഈ പറയുന്ന രീതിയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് നമ്മൾ 1 രൂപയും സമ്പാദിക്കരുത്. 1 രൂപയും നമ്മൾ സമ്പാദിക്കരുത്. സമ്പാദിച്ചാൽ ഇത് എത്ര ഉണ്ടാക്കിയിട്ടും എന്ത് കിട്ടാനാ? ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഉറക്കം വരുന്നില്ലല്ലോ? ഇല്ലല്ല. 1 നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കും. ഒരു കുഞ്ഞ് ജനിക്കാൻ, മാടന്നടയിൽ ഒരു പെണ്ണ് പ്രസവിച്ചൊരു കുഞ്ഞ് ജനിക്കാൻ, ആ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ശൈശവമാണ്, ശിശുവാണ്. ആ സമയം അത്രയും ആ കുട്ടിയുടെ കാര്യം കളിയാണ്, ഇല്ലേ? കുട്ടി കളിയാണ്. അത് പാമ്പ് വന്നാലും പാമ്പിനോടെ കളിക്കും, ഇല്ലേ? ഇഴജന്തുക്കൾ വന്നാൽ അതിനോടൊപ്പം കളിക്കും. മലമൂത്ര വിസർജനം ചെയ്താൽ അത് വാരിക്കളിക്കും. അത് കുഞ്ഞിന്റെ പ്രത്യേകതയാണ്, ശിശുവാണ്. കുറെ നാളങ്ങോട്ട് കഴിയുമ്പോൾ അത് ബാല്യകാലത്തിലേക്ക് വരും. ആ സമയത്ത് ആ ബാല്യകാലത്തിലേക്ക് വരുമ്പോ, ശൈശവം കഴിഞ്ഞ് ബാല്യകാലത്തിലേക്ക് വരുമ്പോ ഈ കളിയൊക്കെ അങ്ങ് മാറും. ആ കളി മാറിയിട്ട് പിന്നെന്താവുന്നറിയോ? വിനോദം. വാപ്പാടെ തോളിൽ കയറിയിട്ട് ജംഗ്ഷനിൽ പോണം. അവന് കളി പ്രധാനമല്ല. ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് പഞ്ചായത്തിൽ പോണം. വാപ്പാന്റെ തോളിൽ കയറിയിട്ട് വാപ്പാടെ കാറിലും ബൈക്കിന്റെ ഫ്രണ്ടിലും ഇരുന്നിട്ട് ടൗണിൽ പോകണം. ഇതല്ലേ നമ്മുടെ മക്കള്? അത് ബാലനായിരിക്കുന്ന സമയത്താണ്. ഇനി കുറെ കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കൗമാരക്കാരനാവും, അല്ലേ? ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? അവന്റെ ചിന്ത മാറി. പിന്നെ അവന് ഒരുങ്ങണം, അവന് മീശ വെട്ടി ഒതുക്കണം, പിന്നെ അവന് കൃതാവറക്കണം, പിന്നെ അവന് നടന്മാരുടെ മുടി വെട്ടണം, പിന്നെ അവക്ക് ചമഞ്ഞൊരുങ്ങണം, അവക്ക് ചുണ്ടില് ലിപ്സ്റ്റിക് തേക്കണം. ഇപ്പൊ കോവിഡ് വന്നപ്പോ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ലിപ്സ്റ്റിക്കിന്റെ കമ്പനിക്ക് ഭയങ്കര നഷ്ടം വന്നു. കാരണം ഈ മാസ്ക് വെച്ച് ാണല്ലോ. പിന്നെ ഇത് ആര് കാണാനാ? ആർക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ നഷ്ടം അവർക്ക് വന്നു. എന്നാലും കുഴപ്പമില്ല, വേറെ കുറെ ആളുകൾക്ക് ലാഭം വന്നപ്പോൾ അവര് തമ്മിൽ എന്ത് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. സഹോദരങ്ങളെ, കൗമാരത്തിലെത്തുമ്പോ എല്ലാവർക്കുമുള്ള ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഒരുക്കമാണ്. ഒരുങ്ങണം, ചമഞ്ഞ് നടക്കണം. കൗമാരക്കാരെങ്ങനാണ്? അത് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം മാറിയിട്ട്, ആ ട്രെൻഡൊക്കെ മുഴുവനും മാറിയിട്ട് പിന്നെന്താന്നറിയോ? കുറെ സമ്പാദിക്കണമെന്ന ആഗ്രഹം. അവിടെ 2 ഏക്കർ വാങ്ങണം, ഇവിടെ 1 ഏക്കർ വാങ്ങണം, അവിടെ ഒരു വീട് വെക്കണം എന്ന് പറയുന്ന യുവത്വത്തിന്റെ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? യുവാവുമ്പോ ഗൾഫിലേക്ക് പോയി അവൻ അവിടെ 10 സെന്റ്, ഇവിടെ 10 സെന്റ്, അവിടെ ഒരു ഷോപ്പിംഗ് മാള്, ഇവിടെ ഒരു കട, അവിടെ ഒരു വണ്ടി, ഇതൊക്കെ വാങ്ങുന്ന ഒരു ട്രെൻഡാണ്. അത് കഴിഞ്ഞ് വീണ്ടും പ്രായം മാറി മാറി വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ അവന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഈ പറഞ്ഞ ഒരു സ്വഭാവം അല്ല. വെള്ളം വാങ്ങിച്ചോളി, പക്ഷെ ഇങ്ങോട്ട് കേട്ടോളി. ഈ അവസാന വാർദ്ധക്യത്തിലെത്തുമ്പോ എവന്റെ ട്രെൻഡ് എന്താണെന്നറിയോ? എവന്റെ ടെൻഡൻസി ഒറ്റ കാര്യമാണ്. വീട്ടിൽ വയസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം. ആരെങ്കിലും ഒക്കെ വന്ന് കയറുമ്പോൾ പറയും അതെന്റെ മോനുള്ളതാ. അവിടെ 3 ഏക്കർ മോനുണ്ടായിരുന്നു, ഇവിടെ 2 ഏക്കർ എന്റെ ഇളയ മോക്കുള്ളതാ.
അവിടെ 10 സെന്റ് എന്റെ ഇളയ മോളുടെ മൂത്ത അമ്മായിക്കുള്ളതാ എന്നും പറഞ്ഞിട്ട് പെരുമ പറച്ചിലാണ്. വേറെ ഒന്നുമില്ല, അധ്വാനിക്കാനും ഇല്ല, ഒരുങ്ങാനും ഇല്ല, ഒരു കളിയും ഇല്ല, ഒരു തമാശയും ഇല്ല. വരുന്നവരടുത്തും പോകുന്നവരടുത്തും അവിടെ രണ്ടാമത്തെ മോക്ക, ഇത് മൂത്ത മോക്ക, ഞാൻ പിന്നെ അന്ന് കൊടുത്തത് മൂത്ത മോനാണ്, ഇപ്പൊ കൊടുക്കുന്ന ഇളയ മോക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതേ തർത്തീബിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കോ, ദുനിയാവിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് ഇതേ തർത്തീബിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതാണല്ലോ ഒരു മനുഷ്യൻ, ഇതാണല്ലോ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ കളി, വിനോദം, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് അഴകാകൽ, പിന്നീട് പ്രൗഢി നടിക്കൽ, അഞ്ചാമത്തേത് പെരുമ പറച്ചിൽ. ഇതാണ് ദുനിയാവ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുകയാ, യഅലമൂ അന്നമൽ ഹയാത്തു ദുനിയാ ലഇബുൻ വലഹു വസീന വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹുവിന്റെ ഖുർആനെ സ്പഷ്ടമായിട്ട് അവനെ നമ്മെ പഠിപ്പിക്കുകയാ. ആദ്യം അല്ലാഹു പറഞ്ഞ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴല്ലേ ദുനിയാവ്, അവന്റെ ദുനിയാവ് ആരംഭിക്കുക. അല്ലാഹ് പറയുകയാണ്, ഇലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഇബ്. അവന് കുഞ്ഞിന് ശൈശവകാലത്ത് ശിശുവായിരിക്കുമ്പോ കളിയാണല്ലോ, അതേ ദുനിയാവ് കളി തന്നെയാണ്. പിന്നെ അവന് ബാല്യത്തിലേക്ക് വരുമ്പോൾ അവന് വിനോദമാണല്ലോ. അല്ലാഹ് പറയുന്നു, വലഹുവന് ദുനിയാവ് വിനോദമാണ്. മൂന്നാമത് അവന് കൗമാരത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ അവന് അടിച്ചുപൊളി ജീവിതമാണല്ലോ. അല്ലാഹ് പറയുകയാണ്, ദുനിയാവ് സീന, അത് അഴകാണ്. നാലാമത് യുവത്വത്തിലേക്ക് വരുമ്പോൾ അവന് അന്തസ് നടിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയും വീടും വസ്തുക്കളും വാങ്ങിക്കൂട്ടുന്ന, വണ്ടി എടുക്കുന്ന ജോലിയാ. അതെ, അല്ലാഹ് പറയുന്നു, വതഫാഖുറുൻ ബൈനകും. നാലാമത്തേത് നിങ്ങൾ പരസ്പരം നിങ്ങൾ പ്രൗഢി കാണിക്കലാണ്. അവസാനം വാർദ്ധക്യത്തിലാണ്. വീടിന്റെ കോലായിലെ ചാരകസേനയിലായി പാവപ്പെട്ടവന് ഇന്നവന് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. വരുന്ന ഗസ്റ്റുകളോട് വരികയും പോവുകയും ചെയ്യുന്നവരോട് പറയുന്നു, അതെന്റെ മോളുള്ളതാണ്, ഇതെന്റെ മോക്കുള്ളതാണ്. എനിക്കല്ല 5 മക്കളെ തന്നു, 5 എണ്ണത്തിന് ഞാൻ ധാരാളം കൊടുത്തു, 5 പേർക്കും വണ്ടിയുണ്ട്. ഇതൊക്കെ ആളുകളോട് പറയുന്ന ആ പെരുമ പറച്ചില്, ഇതാണ് ദുനിയാവെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ്. യഅലമൂ അന്നമൽ ഹയാത്തു ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹ് പറയുകയാണ്, ഇത്രേ ദുനിയാവുള്ളു പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയോ അലക്സാണ്ടർ ചക്രവർത്തിയോട് ദാർശനികനായ ഡയോജനിസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തേ അലക്സാണ്ടർ ചക്രവർത്തിയെ നിങ്ങൾ ഏതൻ കീഴടക്കിയാൽ പിന്നെ എന്താ? അദ്ദേഹം പറഞ്ഞു, ഈജിപ്റ്റ് കീഴടക്കണം, അത് കഴിഞ്ഞാലോ എനിക്ക് പിന്നെ ഇന്ത്യ കീഴടക്കണം, അത് കഴിഞ്ഞാലോ ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ കീഴടക്കി എനിക്ക് വിജയിക്കണം, അവിടെയൊക്കെ കീഴടക്കണം. അവസാനം ഡയോജനിസ് ചോദിക്കുകയാണ് അലക്സാണ്ടർ ചക്രവർത്തിയോട്. ദാർശനികനായ ഡയോജനിസിന്റെ ചോദ്യമാണ്, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു, എനിക്കൊന്ന് വിശ്രമിക്കണം, എനിക്കെല്ലാം കഴിഞ്ഞൊന്ന് വിശ്രമിക്കണം. ഡയോജനിസ് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ഒരൊറ്റ ചോദ്യമാണ് ഡയോജനിസ് ചോദിച്ചത്. ഇങ്ങനെ വിശ്രമിക്കാനാണെങ്കിൽ, അവസാനം വിശ്രമമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, എന്തിനാണ് ആളുകളുടെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക? ആളുകളെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ? എന്തിന് കഷ്ടപ്പെടണം ഇങ്ങനെ? എനിക്കിപ്പോൾ സന്തോഷമുണ്ടല്ലോ, എനിക്കിപ്പോൾ എന്റെ നിങ്ങളുടെ ലക്ഷ്യമാകുന്ന സന്തോഷം, വിശ്രമം, അത് ഞാനിപ്പോ അനുഭവിക്കുകയാണല്ലോ. ഡയോജനിസിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ബോധം ഉദിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് നല്ല മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കണം. വീണ്ടും വീണ്ടും സമ്പാദിക്കണമെന്ന് ചിന്തിക്കുമ്പോ അതാരെയും വേദനിപ്പിച്ചുകൊണ്ടും പ്രയാസപ്പെടുത്തിയും കൊണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നത്, ഒരു സാധനം കിട്ടിയാൽ മറ്റാരെങ്കിലും വന്ന് തിന്നുമെന്ന് ഭയന്നുകൊണ്ട് കൊരച്ചോടിച്ചിട്ട് സ്വന്തമായി കാലുകൊണ്ട് തട്ടി നാക്കുകൊണ്ട് നക്കി തിന്നുന്ന നായയെ പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അത് ലോകത്ത് ആദ്യമായി അള്ളാഹു പരിചയപ്പെടുത്തി ഇത്രയും മോശമായ ഒരു പദപ്രയോഗം നടത്തിയത് ഒരു വലിയ ആലിമിനെ സംബന്ധിച്ച. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ. മാടന്നടയിൽ ഒരാൾ ഗൾഫിൽ പോയെന്നിരിക്കട്ടെ, ഗൾഫിൽ പോയി 10-30 വർഷം അവിടെ അധ്വാനിച്ചു. 2 വർഷം കൂടുമ്പോ 1 മാസം ലീവ് കിട്ടും. 2 വർഷം കൂടുമ്പോ 1 മാസം നാട്ടിൽ വന്നു. വരുമ്പോ ഗൾഫിൽ നിന്ന് കൂട്ടുകാർ കൊടുത്തുവിടുന്ന സാധനങ്ങൾ വണ്ടിയിൽ വെച്ച് എല്ലാ വീട്ടിലും കൊണ്ടുപോകുമ്പോൾ 15 ദിവസം കഴിയും. 15 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആകുമ്പോഴേക്കും 30 ദിവസമായി വിണ്ട് കയറുന്നു. അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം നിൽക്കാനോ ജീവിക്കാനോ നല്ലപോലെ കഴിഞ്ഞില്ല. ഇയാൾ 10-30 വർഷത്തെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഇത്രയും നാള് 10-30 വർഷം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുറെ സമ്പാദിച്ചു, മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുത്തു, എല്ലാം കൊടുത്തു. ഈ 30 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ പരിസമാപ്തിയിൽ മാടന്നടയിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവിനെ ഒന്ന് സന്തോഷപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഭാര്യ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ ഭർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? എനിക്കിതൊന്നും കഴിച്ചുകൂടാ, എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്നത് ഒരൊറ്റ ചപ്പാത്തി, ഒരു ചപ്പാത്തി, അത് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് കഴിച്ചാൽ അത്രയും നല്ലത്. ഒരു നല്ല ചായ കൊടുക്കാമെന്ന് വിചാരിച്ചാ പറയുന്നത് എന്താ? എനിക്ക് ഷുഗർ പറ്റില്ല. ഷുഗർ രോഗം പിടിപെട്ട് മോളെ അവിടെ പോയിട്ട്. അപ്പൊ നല്ല പഞ്ചസാര കൂട്ടാനോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാനോ നല്ല മട്ടനും കൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് റാഹത്തായിട്ട് ചോറ് കഴിക്കാനോ ഒന്നും ഈ പാവത്തിന് ഭാഗ്യമില്ല. 30 വർഷം കുബൂസുമായിട്ട് മൽപ്പിടുത്തമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴോ ഇല്ലാത്ത രോഗങ്ങൾ മൊത്തം പേർ ഇവിടെ വന്നു. ഇതല്ലേ ഒരു പ്രവാസിയുടെ ജീവിതം? രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഒരുത്തം പറഞ്ഞു, പാവമാണ്, വല്ല സഹായിക്കണം. രാജാവ് ചോദിച്ചു, എന്താ അങ്ങക്ക് വേണ്ടത്? എന്ത് തന്നാലും മടിയൻ സ്വീകരിച്ചോളാം. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യ്. ഇയാളുടെ അത്യാർത്ഥി കണ്ടപ്പോ രാജാവ് പറഞ്ഞു, ഇയാൾ ഇവിടെ നിന്ന് നടക്കട്ടെ, എവിടെയാണോ നടന്ന് നിൽക്കുന്നത് അവിടം വരെ നമുക്കങ്ങ് എഴുതി കൊടുക്കാം ഇയാൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാള് കൊട്ടാരത്തിന്റെ വളപ്പിൽ നിന്ന് നടത്ത ആരംഭിച്ചു. എവിടെ നിൽക്കുവോ അവിടം വരെ എഴുതി കൊടുക്കാൻ ഇയാള് നടന്ന് പിന്നിലേക്കൊന്ന് നോക്കിയപ്പോ ഇത്രയും ദൂരം നടന്നു. അപ്പൊ ഇയാൾക്ക് ആഗ്രഹം കൂടി, ആർത്തി കൂടി. ഇയാൾ ഓടാൻ തുടങ്ങി. ഓടി തെങ്ങും തോപ്പിലും വാഴത്തോട്ടത്തിലും അതുപോലെ തന്നെ കവുങ്ങും തോട്ടത്തിലും റബ്ബർ തോട്ടത്തിലൊക്കെ കയറി. നിൽക്കാൻ പറ്റൂല, നിന്നാ അത്രേ കൊടുക്കുള്ളൂ. ഇയാള് നിൽക്കാതെ ഓടി കറങ്ങി, എവിടെയൊക്കെ പോകാൻ പറ്റുമോ ഓടി കറങ്ങി. പട്ടാളക്കാര് കുതിരപ്പുറത്ത് കയറി, കാരണം ഇയാളെ നിൽക്കുന്നറിയാൻ വേണ്ടിയിട്ട്. അവന് പട്ടാളക്കാരുടെ കുതിരയേക്കാൾ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ആർത്തിയോടെ ഓടി കൊട്ടാരത്തിന്റെ മറുഭാഗത്തേക്ക് തിരിച്ചെത്തിയിട്ടതാ ഇങ്ങനെ അങ്ങോട്ട് നിന്നപ്പോ ഒരു തലക്കറക്കം. തളർന്നവിടെ കിടന്നപ്പോ വായിലൂടെ നുരയും പതയും വന്നു. ചെന്ന് തട്ടി നോക്കുമ്പോണ്ട് മരിച്ചുപോയി. ഇയാൾ ഓടിയതാ. രാജാവ് വന്നിട്ട് ചോദിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ബന്ധുക്കള് പറഞ്ഞ് എന്ത് ചെയ്യാൻ? ഇയാൾക്ക് കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് കൊടുത്താൽ മതി. കൊട്ടാര വളപ്പിൽ 6 അടി മണ്ണിലേക്ക് എടുത്ത് ഇയാളെ കുഴിച്ചിട്ടു. ഇയാൾ ഇത്രയും ഉണ്ടാക്കാൻ വേണ്ടി ഓടിയല്ലോ. അവസാനം അയാൾക്ക് കിട്ടിയത് എന്താ? 6 അടി മണ്ണ്. ഇത് തന്നെ നമുക്കും വിരിച്ചത്. എത്ര ഓടി അമേരിക്കയിലല്ല, ലണ്ടനിലല്ല, ഏത് ലോകത്ത് പോയി സമ്പാദിച്ചാലും, എവിടെയൊക്കെ നമ്മൾ പോയി അധ്വാനിച്ച് സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാലും അവസാനം ഈ 6 അടി മണ്ണിൽ, ഈ മാടന്നട പള്ളിയുടെ 6 അടി മണ്ണിൽ അടിയിലാണ്. നമുക്ക് 6 അടി മണ്ണല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയല്ലേ മനുഷ്യനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കും. ആർത്തി ഒന്ന് അവസാനിപ്പിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു തന്ന സമ്പത്തിനപ്പുറത്ത് അധ്വാനിക്കാനുള്ള ആ ഭൗതിക ഭ്രമത്തോടു കൂടി നടക്കുന്നവനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് നായ എന്നാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സമയമായ ഇനി 3ാമത്തെ വിഭാഗം ഏതെന്നറിയോ? അപ്പൊ ഒന്ന് നാൽക്കാലികൾ, അശ്രദ്ധരായവരെ പറ്റി. രണ്ടാമത് നായ, ദുനിയാവ് വേണമെന്നുള്ള ആഗ്രഹത്തിൽ ഓടുന്നവനെ സംബന്ധിച്ച്. ഇനി 3ാമത് അള്ളാഹു പറഞ്ഞ ആരെയെന്നറിയോ? അള്ളാഹു 3ാമത് പറഞ്ഞത് വളരെ രസകരമായ പദപ്രയോഗമാണ് അള്ളാഹു നടത്തിയത്. വാഴ് 3ാമത്തെ വാഴല്ലേ? ഇത് 3ാമത്തെ വാഴ. ഇനി നാളെ കൂടെ വാഴുണ്ട്.
വഴലുകൾക്ക് ഒരു കുറവുമില്ല. ഇന്നലെ ഈ സമയം ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഹൊസ്ദുർഗ് എന്ന് പറയുന്ന പുതിയ കോട്ടയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നിപ്പോ ഇവിടെ, നാളെ കൊല്ലം, മറ്റന്നാൾ എന്റെ സ്വന്തം നാട്ടില്, അത് കഴിഞ്ഞ് വീണ്ടും കാസർഗോഡ്, ചെർക്കള, എല്ലാ സ്ഥലങ്ങളിലും വഴല് നടക്കുകയാണ്. വഴലിന് ഒരു കുറവുമില്ല. എല്ലായിടത്തും വഴലുണ്ട്, വഴലിന് ആളുകളുമുണ്ട്, വഴലിന് സംഘാടകരും ഉണ്ട്, സംഘാടകർക്ക് ആഗ്രഹങ്ങളും ഉണ്ട്. ആഗ്രഹങ്ങൾ വകവെച്ചു കൊടുക്കാൻ ജനങ്ങളും തയ്യാറാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച വഴല് പറഞ്ഞപ്പോ അവിടുത്തെ മക്കൾക്ക് ഭക്ഷണം കഴിക്കണം, അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കളക്ഷൻ വേണമെന്ന് പറഞ്ഞു. ഞാനൊരു 15-20 മിനിറ്റ് മാത്രം, ഒരു വലിയ ത്യാഗമൊന്നും ചെയ്യാതെ ചോദിച്ചപ്പോ തന്നെ 30,000 രൂപ വെച്ചിട്ട് 35 പേരോളം, 34ഓളം പേര് അവിടെ എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങൾ കൊടുത്തോളാം. ഏകദേശം ഒരു 10 ലക്ഷത്തിനടുത്ത് ഒരു 20 മിനിറ്റ് കൊണ്ടാണ്. കാരണം സമ്പത്ത് കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട്, മനസ്സുള്ളവർ ഇപ്പോഴും ഉണ്ട്. അൽഹംദുലില്ലാഹ്. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുകയാണ്. ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നില്ലേ സഹോദരിമാരെ? ഇപ്പൊ ഒരു വൃത്തികെട്ടവൻ ഒരു കല്യാണ പുതിയാപ്പിളയായി പോയില്ലേ, ചുമ്മാ അതൊന്നും പറഞ്ഞ സമയം ഞാൻ കളയില്ല. ഞാൻ ആ വിഷയമേ പറയാറില്ല. അങ്ങനെ പുതിയാപ്പിള ഒരുങ്ങി പോയപ്പോ ഒരു ഹിന്ദു സഹോദരന്റെ കുറിപ്പ്, ഞങ്ങളുടെ മതത്തിൽ മദ്രസയും ഇല്ല, ഞങ്ങളുടെ മതത്തിൽ മതപ്രസംഗവും ഇല്ല, പക്ഷെ ഞങ്ങളുടെ കല്യാണം മര്യാദയുള്ളതാണ്. ഒരു ഹിന്ദു എഴുതിയതാണ്. ശരിയാണ്. എത്ര ഹിന്ദുക്കൾ കേൾക്കുന്നുണ്ട് ഈ സംസാരം? അത് ഞങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഞങ്ങൾ. കാരണം ഇതാരുടെയും പ്രവർത്തനം നോക്കിയിട്ട് വിലയിരുത്തപ്പെടേണ്ടതല്ല. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതമാണ്. അതനുസരിച്ച് ജീവിക്കേണ്ടത്, ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് മാടനടയിലുള്ള ആളുകൾ നോക്കിയിട്ടല്ല, പനവൂരിലുള്ള എന്നെ നോക്കിയിട്ടല്ല. ഇസ്ലാം അത് പരിശുദ്ധമാണ്. അതനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ പലപ്പോഴും കഴിയാതെ വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക. നഴ്സറി കുട്ടിയുടെ കോലത്തില് ഇവനിങ്ങനെ പുതിയാപ്പിള ഒരുങ്ങി വരികയാണ്. ഈ സമയത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് മദ്രസയും മതപ്രസംഗവുമില്ല, പക്ഷേ ഞങ്ങളുടെ കല്യാണം മര്യാദയുള്ളതാണ്. ഇതൊക്കെ ഉള്ള മുസ്ലിം സമുദായത്തിന്റെ കല്യാണമാണ്. മഹാമോശം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സഹോദരനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെയെങ്കിലും എത്രയോ വഴല് കേൾക്കുന്നുണ്ട്. ഇന്നലെ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്ന സഹോദരങ്ങൾ പറഞ്ഞു, ഉസ്താദേ, വളരെ സങ്കടത്തോടുകൂടി പറയുകയാ, ഒരു കല്യാണത്തിന് ഇന്ന് ഡേറ്റ് നിശ്ചയിക്കുന്നത്, ഞാൻ സ്ഥലം പറയുന്നില്ല, അത് പേടിച്ചിട്ടല്ല, വെറുതെ ഒരു നാട്ടിലെ സഹോദരിമാരെ പറ്റിയിട്ട് അധിക്ഷേപത്തിന്റെ വാക്കുകൾ പറയാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് പറയാണ്. പക്ഷേ ഒരുപക്ഷെ തെക്കൻ ജില്ലകളിൽ അങ്ങനെയുള്ള സംസ്കാരം കടന്നു വന്നാൽ ബഹുമാന്യരായ മാടം നടയിലെ പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികൾ, മഹല്ല് അംഗങ്ങൾ, മഹല്ലിലെ പ്രിയപ്പെട്ട പരിപാലന സമിതി ഭാരവാഹികൾ അനുവദിക്കരുത്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. ഈ മഹല്ലത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു പള്ളിയിലെ ഇമാമിയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ മിമ്പറാണ് ഇന്ന് ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ പള്ളിയിലെ ഇമാമിയങ്ങൾ നേതൃത്വം നൽകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച മെഹ്റാബിലാണ് ഇന്ന് പ്രിയപ്പെട്ട ഉലമാക്കൾ നമസ്കരിക്കുന്നത്. ഒരു വലിയ ദൗത്യമുണ്ട് നമുക്ക്, ഉലമാക്കൾക്കും ഈ പള്ളി പരിപാലകർക്കും. അത് മറന്നു പോകരുത് നമ്മൾ. എന്താണെന്നറിയോ, ചില സ്ഥലങ്ങളിലെ ഡേറ്റ്, പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത് എന്തിനെ മാനദണ്ഡമാക്കിയെന്നറിയോ? അതാ രസം. ബ്യൂട്ടീഷ്യനെ മാനദണ്ഡമാക്കിയിട്ടാണ്. ബ്യൂട്ടീഷ്യനെ വിളിക്കാൻ ഇന്ന് ഡേറ്റ് ഉണ്ടോ? ഇല്ല. എന്നാ ഡേറ്റ് ഉള്ളത്? അത് ഏപ്രിൽ 7-ാം തീയതി എനിക്ക് ഡേറ്റ് ഉള്ളൂ. ശരി, ഏപ്രിൽ 7-ന് കല്യാണം. ഏപ്രിൽ 7-ന് കല്യാണം. അത് ഭർത്താവ് ഉണ്ടോ ഇല്ല, അതൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ ഞങ്ങൾ നടത്തിക്കോളാം ഉസ്താദെ, കുഴപ്പമൊന്നുമില്ല. അയാള് ഗൾഫിലാണ്, വരാൻ പറ്റില്ല, വരണ്ട, ഞങ്ങൾ ഓൺലൈൻ വഴി അങ്ങ് നിക്കാഹ് നടത്തിക്കോളാം എന്ന് പറയാൻ പുതിയൊരു രീതിയാണ്. ബ്യൂട്ടീഷ്യന്റെ ഡേറ്റ് നോക്കിയിട്ട് നിക്കാഹ് നടത്തുക. അതൊന്നും ഒരു വലിയ മഹാപാതകമായിട്ട് ഞാൻ പറയുന്നതല്ല. ഒരു പെണ്ണൊരുങ്ങണം, പക്ഷേ എന്തിനാണ് ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ട് പെൺകുട്ടിയെ ഒരുക്കി പോകുമ്പോൾ ആ ബ്യൂട്ടീഷ്യന് കൊടുക്കേണ്ട വില 3 ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞത്. 3 ലക്ഷം രൂപ. ചിന്തിച്ചു നോക്ക്. ഈ 3 ലക്ഷം രൂപ നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഉണ്ടാകുമെങ്കിലും കുഴപ്പമില്ല. കല്യാണത്തിന് പുതിയാപ്പിള വന്ന് പണ്ട് പെണ്ണ് കാണേണ്ട ദിവസം കണ്ടുപോയതാണ്. പിന്നെ ഒരു ഓർമ്മ മാത്രമേ അവളെ പറ്റിയുള്ളൂ. ഫോണിലൂടെ കാണുന്നതും വാട്സപ്പ് കോൾ വിളിക്കുന്നതും ശരിയല്ലല്ലോ. കാരണം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള മൊബൈലാണെങ്കിൽ
സുന്ദരിയായിട്ടിരിക്കും. അപ്പൊ ഈ പെണ്ണിനെ പിന്നെ കണ്ടതെപ്പോഴാണ്? കല്യാണത്തിന്റെ ആ നിക്കാഹ് കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്തൊരു സുന്ദരി, അന്നത്തെക്കാൾ വലിയ സുന്ദരിയായല്ലോ. 25 കിലോ പുട്ടിയാണ് മോന്തയ്ക്ക് കിടക്കുന്നതെന്ന് ഇവൻ അറിയില്ലല്ലോ പാവം. അങ്ങനെ നേരെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി ഇവളൊന്ന് ഫ്രഷായി ഒന്ന് കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്ക് ആള് മാറിപ്പോയി. ഇതാരാണ്? മണ്ഡപത്തി വെച്ച് കണ്ട പെണ്ണല്ലല്ലോ ഇത്. ഈ മുഖത്ത് കിടക്കുന്ന പൊട്ടി കഴുകി മാറ്റിയപ്പോഴേക്ക് എല്ലാം തീർന്നു. എത്ര വിവാഹ ജീവിതത്തിൽ അത് വലിയ വിഷയമായി. രണ്ടാമത്, ഒരു ദിവസം ഒരു നേരം കല്യാണത്തിന് മാത്രം ധരിക്കുന്ന വസ്ത്രത്തിന്റെ വില 2-3 ലക്ഷം രൂപയുടേത്. 2-3 ലക്ഷം രൂപയുടേത്. ഒരു വലിയ ഹാജിയാര് തന്റെ മോളെ കെട്ടിക്കുമ്പോ പന്തലിട്ടത് ഞാൻ പറയുന്നത് അധികപ്പറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു പന്തലിന് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 10 ലക്ഷം രൂപയുടെ പന്തൽ. 10 ലക്ഷം രൂപയുടെ പന്തൽ. ഈ സമുദായത്തില് 1/2 ഗ്രാം സ്വർണമില്ലാത്തതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കെട്ടിച്ചയക്കാൻ ഭാഗ്യമില്ലാതെ പോയ ആയിരക്കണക്കിന് പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ജീവിതത്തിൽ മംഗല്യ ഭാഗ്യം സ്വപ്നം കാണാൻ വിധിക്കപ്പെടുക മാത്രം ചെയ്തിട്ടുള്ള തന്റെ പ്രിയപ്പെട്ട പുതുമാരന്റെ കൈ പിടിച്ചിട്ട് വിവാഹ പന്തലിലേക്ക്, ഖബർ മണ്ഡപത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ അവസാനം ഏതോ ഒരുത്തന്റെ കൈ പിടിച്ച് ഈ നാട് വിട്ടു പോകേണ്ട ദുരവസ്ഥയെത്തിയവര് 30-40 വയസ്സായിട്ട് വിവാഹം കഴിപ്പിച്ച് അയക്കപ്പെടാൻ വാപ്പയുടെ കയ്യിൽ പണമില്ലാത്തതിന്റെ പേരില്, മതിയായ സൗന്ദര്യമില്ലാത്തതിന്റെ പേരില് വീട്ടിൽ കണ്ണുനീരും കൈയുമായി കഴിയുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ കണ്ണുനീർ തുള്ളി ഒരു തുള്ളിയും മാടം നടയിലെങ്ങാനും വീണാൽ മതി. ഇവിടെയുള്ള ഒരു സമ്പന്നന്റെ മക്കൾക്കും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയില്ല. ഇത് വളരെ സ്പഷ്ടമാണ്. ഇസ്ലാമിന്റെ നിയമമാണ്. ഇതാരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന നിയമമല്ല. ഇത് കണ്ടറിയാത്തവൻ കൊണ്ടറിയുന്ന നിയമമാണ്.